ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ മുഖ്യമായൊരു വിഷയത്തെക്കുറിച്ചാണ്. ഈ കാലത്ത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ആരും നമ്മളെ ചതിക്കാതിരിക്കാൻ എങ്ങനെ ശ്രദ്ധിക്കാമെന്നതിനെപ്പറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചിന്തയുടെ എല്ലാം അടിസ്ഥാനം. അപ്പസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് കൊടുത്ത ഒരു മുന്നറിയിപ്പാണ്. ഇത് വെറുമൊരു വാക്കല്ല കേട്ടോ, ഇതിനകത്ത് വളരെ ആഴത്തിലുള്ളൊരു സത്യമുണ്ട്. നമുക്കതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയൊരു കാര്യമാണിത്. പക്ഷേ ഇതൊരു പഴയ ചരിത്രമായിട്ട് മാത്രം കാണരുത്. ഇത് ഇന്ന് ഈ നിമിഷം ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ളൊരു സന്ദേശമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതിന് വലിയ പ്രസക്തിയുണ്ട്. അപ്പോൾ ശരി, നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം, അല്ലേ? എന്താണ് ഈ വഞ്ചനയുടെ യാഥാർത്ഥ്യം? എന്തുകൊണ്ടാണ് ഈ കാലത്ത് ഈ മുന്നറിയിപ്പ് ഇത്രയധികം പ്രാധാന്യമർഹിക്കുന്നത്? നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ വിചാരിക്കും ഈ ചതിയൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്ന എന്തോ കാര്യമാണെന്ന്. പക്ഷെ സത്യം അതല്ല. നമ്മൾ ജീവിക്കുന്നത് തന്നെ ഒരു വഞ്ചനയുടെ കാലഘട്ടത്തിലാണ്. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഏതൊക്കെ രൂപത്തിലാണ് ഈ ചതി വരുന്നത് എന്ന് നോക്കിയാൽ ശരിക്കും നമ്മൾ അതിശയിച്ചു പോകും. വ്യാജ ആത്മീയത, വ്യാജ പ്രവാചകന്മാർ, പൊള്ളയായ വാഗ്ദാനങ്ങൾ, തെറ്റായ പഠിപ്പിക്കലുകൾ, എന്തിന് നമ്മുടെ ബന്ധങ്ങളിലും അനുഭവങ്ങളിൽ പോലും ഈ വ്യാജം കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതൊന്നും ഒരു പുതിയ കാര്യമല്ല. കാരണം ബൈബിൾ ഇത് മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ആ പ്രവചനം നമ്മുടെ കൺമുന്നിൽ തന്നെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടുതന്നെ നമ്മൾ കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ചതികളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എന്തുകൊണ്ടാണ് ആളുകൾ ഇത്ര എളുപ്പത്തിൽ ഇതിൽ വീണുപോകുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഏതുതരം വഞ്ചനയാണെങ്കിലും അതേത് രൂപത്തിൽ വന്നാലും അതിൻ്റെ എല്ലാം ഒരേ ഒരു ലക്ഷ്യം നമ്മളെ ദൈവവചനമെന്ന സത്യത്തിൽ നിന്ന് അകറ്റുക എന്നതു മാത്രമാണ്. പലപ്പോഴും ഇതിൻ്റെ തുടക്കം എങ്ങനെയാണെന്നറിയാമോ? ഒരു വലിയ നുണ കേട്ടോണ്ടൊന്നുമല്ല. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന വളരെ ചെറിയ ഒരു തെറ്റായ ചിന്തയിൽ നിന്നായിരിക്കും എല്ലാത്തിൻ്റെയും തുടക്കം. ആ ഒരു ചെറിയ ചിന്ത മതി പതിയെ പതിയെ നമ്മൾ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന സത്യങ്ങളിൽ ഒരു സംശയത്തിൻ്റെ വിത്ത് പാകാൻ. ആ സംശയം പിന്നീട് ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളിലേക്ക് നമ്മളെ നയിക്കും. അത്ര മതി. അവിടെ നിന്നാണ് സത്യത്തിൽ നിന്നുള്ള നമ്മുടെ അകൽച്ച തുടങ്ങുന്നത്. ഈ ഒരു താരതമ്യം നോക്കൂ. ശരിക്കും നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒന്നാണിത്. ദൈവവചനമറിയാത്തൊരു വിശ്വാസി എന്ന് പറയുന്നത് ആയുധമൊന്നുമില്ലാതെ യുദ്ധത്തിനു പോകുന്നൊരു പടയാളിയെപ്പോലെയാണ്. ഒരു പ്രതിരോധവുമില്ലാത്ത അവസ്ഥ. എത്ര അപകടകരമാണത്! ഇനി ചതിയിൽ വീഴാൻ മറ്റ് രണ്ട് പ്രധാന കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത്തത് ഒരു ആത്മീയമായ മടി. പ്രാർത്ഥന കുറയുമ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള നമ്മുടെ കഴിവ്, ആ വിവേചനം പതിയെ നഷ്ടപ്പെടും. രണ്ടാമത്തത് എപ്പോഴും എളുപ്പവഴികളും സുഖവും മാത്രം തേടിപ്പോവുക. അങ്ങനെയുള്ളവർ വേഗത്തിലുള്ള അനുഗ്രഹം തരാം എന്നൊക്കെ പറയുന്ന കെണികളിൽ വളരെ എളുപ്പത്തിൽ വീണുപോകും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ ചതികളെ എങ്ങനെയാണ് തിരിച്ചറിയുക? ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കൂ, ശരിയും തെറ്റും തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന 3 പ്രായോഗിക വഴികളുണ്ട്. 1. നമ്മൾ കേൾക്കുന്ന എന്ത് കാര്യവും ദൈവവചനവുമായി ഒത്തുനോക്കുക. 2. നമ്മുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് തരുന്ന ആ ഒരു മുന്നറിയിപ്പുണ്ടല്ലോ, അതിന് ചെവികൊടുക്കുക. 3. മറ്റു വിശ്വാസികളോടൊപ്പം ഒരുമിച്ച് കൂട്ടായ്മയിൽ നിലനിൽക്കുക. ശരി, ഈ കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ശക്തമായി, ഒട്ടും ഇളകാതെ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയും? ഇവയാണ് ആ അടിസ്ഥാനങ്ങൾ. നമ്മുടെ വിശ്വാസജീവിതത്തെ താങ്ങി നിർത്തുന്ന 5 തൂണുകളാണിവ. ദൈവവചനം, പ്രാർത്ഥന, വിശ്വാസം, എപ്പോഴും വേണ്ട ആത്മീയ ജാഗ്രത, പിന്നെ എല്ലാത്തിനും മുകളിലായി ക്രിസ്തു എന്ന സത്യം. ഈ അടിസ്ഥാനങ്ങളിൽ നമ്മൾ ഉറച്ചുനിന്നാൽ ഒരു വഞ്ചനയ്ക്കും നമ്മളെ തകർക്കാൻ കഴിയില്ല. ഇതാണ് നമുക്കുള്ള ഉറപ്പ്, നമുക്കുള്ള വാഗ്ദാനം. നിങ്ങൾ സത്യത്തിന്റെ കൂടെയാണെങ്കിൽ ഒരു ചതിക്കും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. അതുറപ്പാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ചുരുക്കി ഒരു അവസാന സന്ദേശത്തിലേക്ക് വരാം. വളരെ ശക്തമായ ഒരു ആഹ്വാനത്തോടെ നമുക്കിത് അവസാനിപ്പിക്കാം. 3 കാര്യങ്ങൾ. നമ്മുടെ കണ്ണുകൾ എപ്പോഴും തുറന്നിരിക്കട്ടെ. നമ്മുടെ ആത്മാവ് എപ്പോഴും ഉണർന്നിരിക്കട്ടെ. നമ്മുടെ വിശ്വാസം ഒരിക്കലും ഇളകിപ്പോകാതിരിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ഈ 3 കാര്യങ്ങളും നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയ അതേ വാക്കിൽ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. ആരും ഏതുവിധേനയും നിങ്ങളെ ചതിക്കരുത്. ഈ മുന്നറിയിപ്പ് ഇത് ഇന്നേക്കു വേണ്ടിയുള്ളതാണ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ്. നമുക്ക് സത്യത്തിൽ ഉറച്ചു നിൽക്കാം.